പ്രിയമുള്ളവരെ, ചെറിയൊരു കോമഡി പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വേടന് പുരസ്കാരം നൽകിയത് ഇതുകൊണ്ട് പ്രകാശ് രാജ് പറയുന്നു. ടണ്ടടേയ്. മികച്ച ഗാനരചയിതാവിനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം വേടന് നൽകിയതിന് പിന്നിലെ കാരണം വ്യക്തമാക്കി ജൂറി ചെയർമാൻ പ്രകാശ് രാജ്. ഇന്നത്തെ തലമുറയുടെ ശബ്ദമാണ് വേടൻ്റേതെന്ന് പ്രകാശ് രാജ് പറഞ്ഞു. ടണ്ടടേയ്. പിന്നെ എന്താണ്? ഉം, 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 ഉം. ടും, ടും, ടും. ഇന്നത്തെ തലമുറയുടെയും ഇന്നത്തെ തലമുറയുടെയും ശബ്ദമാണ് ഞാൻ വേടൻ്റെ പാട്ടുകളിൽ കണ്ടത്. ആ പാട്ടുകളിലെ ഊർജവും അതിജീവനത്തിനുള്ള ത്വര കണ്ടില്ലെന്ന് നടിക്കാൻ കഴിയില്ല എന്ന് ഞങ്ങൾ തീരുമാനിച്ചു. പ്രിയമുള്ളവരെ, പ്രകാശ് രാജിനെ 1-2 ദിവസമായിട്ട് എല്ലാവരും പഞ്ഞിക്കിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം അദ്ദേഹം പറഞ്ഞ ഒരു കാര്യത്തിനോട് എനിക്കൊരു യോജിപ്പുണ്ട്. മറ്റൊന്നുമല്ല, ഇന്നത്തെ തലമുറയെ അംഗീകരിക്കണം. എല്ലാ തലമുറകളെയും അംഗീകരിക്കണം. ഓക്കെ. അംഗീകരിച്ചോളൂ. വേടന് അവാർഡ് കൊടുത്തതിൽ എതിർപ്പൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ നിങ്ങൾ പലരെയും ഒഴിവാക്കി. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവരൊക്കെ പ്രതികരിച്ച് തുടങ്ങി. പലരും ഓപ്പണായിട്ട് സോഷ്യൽ മീഡിയയിൽ അത് എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് തോന്നിയ മറ്റൊരു കാര്യമാണ്, അതായത് ഇങ്ങനെ ഒരു ജൂറിയുടെ മുമ്പിൽ ഇപ്പം നിങ്ങൾ അഭിനയിക്കുന്നവരോടാണ് ഈ ചോദിക്കുന്നത്. ഇങ്ങനെ ഒരു ജൂറിയുടെ അംഗീകാരം, ഇങ്ങനെ ഒരു അവാർഡ് നിങ്ങൾ എന്തിനാണ് കിട്ടാൻ ശ്രമിക്കുന്നത്? അതിൻ്റെ ആവശ്യമുണ്ടോ? കാര്യം നിങ്ങളുടെ കഴിവെന്താണെന്ന് ഇങ്ങനെ ഒരു 5-6 ആൾക്കാർ ജൂറി ആയിട്ടിരുന്ന് അവർ നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തരേണ്ട ആവശ്യമുണ്ടോ? അവരുടെ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? നിങ്ങളുടെ കാലിബർ എന്താണെന്ന് നിങ്ങൾക്കറിയാം. ഇപ്പം എന്താ പറയണ്ടേ, മെയിനായിട്ടും പറയുകയാണ് മമ്മൂട്ടി, മോഹൻലാൽ ഇതുപോലുള്ള ആൾക്കാർക്ക്. ശരിക്കും പറഞ്ഞാൽ അവരെ പോലുള്ളവർക്ക് ഇങ്ങനെ കുറച്ച് ആൾക്കാരുടെ അംഗീകാരത്തിന് എന്താവശ്യമാണുള്ളത്? ഞങ്ങളെപ്പോലുള്ള സാധാരണപ്പെട്ട ജനങ്ങളുടെ മനസ്സിൽ ഇവർക്കൊക്കെ ഒരു സ്ഥാനമുണ്ട്. ഇവരുടെയൊക്കെ പടങ്ങൾ കണ്ടിട്ട് ഒരുപാട് എന്താ പറയണ്ടേ, ആ ഒരു ഫീൽ എന്താന്നുള്ളത് പ്രത്യേകിച്ച് പറയണ്ടല്ലോ, എല്ലാവർക്കും തോന്നിയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇതുപോലുള്ള ജൂറികളുടെ വിധി നിർണ്ണയത്തിനായിട്ട് നിങ്ങളുടെ മൂവികളെ പ്രസൻറ്റ് ചെയ്യാതിരിക്കുക, അതിൽ നിന്ന് ബഹിഷ്കരിക്കുക. അതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാര്യം നിങ്ങളെ വിലയിരുത്താൻ, നിങ്ങളുടെ പടങ്ങളെ വിലയിരുത്താൻ ഇതുപോലുള്ള രാഷ്ട്രീയ കോമരങ്ങൾക്ക് അനുവാദം കൊടുക്കരുത്. അതിനുള്ള സാധ്യത കണ്ടെത്തുക, ഇതിൽ നിന്ന് ഒഴിവാകാനായിട്ട്. ഇനിയുള്ള വർഷങ്ങളിലെങ്കിലും അങ്ങനെ ആവട്ടെ. കാര്യം സത്യസന്ധമായ ഒരു വിധി നിർണ്ണയമല്ല ഈ നടക്കുന്നതെന്ന് ഏത് പൊട്ടക്കണ്ണനും മനസ്സിലാകും. ആ വിധത്തിലാണ് കാര്യങ്ങളുടെ പോക്ക്. ഇപ്പം ഇപ്പോഴത്തെ തലമുറ അംഗീകരിക്കണം. അതേപോലെ തന്നെ എല്ലാ തലമുറകളെയും അംഗീകരിക്കണം.